Good afternoon, dear students. Today, let us move on to a new chapter that is Gulma Nidana, third chapter of Nidanasthana of Charaka Samhita. So, last few classes we have successfully completed Jura Nidana as well as Raktapitta Nidana. So, coming to the third chapter that is Gulma Nidana. So, as I'm always telling you that you have to, being a second year student, you have to know at least you should know the things about or regarding a disease, at least a common man having some knowledges. So like that you have to know regarding a diseases in initial stage. Later on, if you're studying in the theoretical aspect, you will get much more idea and you will be good, you will be having a good information regarding diseases. But before that, before entering to any chapter, like especially in disease, you may be having to know the rough idea of what is that disease in your body. So like that, jara means you know that the fever, raktapitta means you know that it is like, what to say, it is like a bleeding disorder. It may comes from the upper part of the body, downward part of the body. And gulma means always you may hear that word whenever in your home or somewhere, that is ഗുൽമം. നമ്മുടെയൊക്കെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞ വയറ്റിലൊരു ഗുൽമം പോലെ എന്നൊക്കെ പറയും. സോ നിങ്ങൾ പരിചയിച്ച അല്ലെങ്കിൽ കേട്ടറിഞ്ഞ ഒരു വാക്കാണ് ഗുൽമം എന്നുള്ളത്. സോ ഗുൽമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഈസ് റിലേറ്റഡ് വിത്ത് അബ്ഡോമനിൽ ഉള്ള അല്ലെങ്കിൽ അബ്ഡോമിനൽ ലംബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറ്റിൽ ഫീൽ ചെയ്യുന്ന ഒരു മുഴ പോലത്തെ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഗുൽമം എന്ന് പറയുന്നത്. സോ ഗുൽമം നമുക്ക് ഫീൽ ചെയ്യുന്ന ഗുൽമമുണ്ട്, ഫീൽ ചെയ്യാത്ത നമുക്ക് മെൻ്റലി നമുക്ക് തോന്നുന്ന ഗുൽമങ്ങളുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ പിന്നെ കുറച്ചും കൂടി ലേറ്റർ ഓൺ നിങ്ങൾ ഫൈനൽ ഇയറിലൊക്കെ കായ ചികിത്സയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് അറിയും. ഫോർ സെക്കൻഡ് ഇയർ നമുക്ക് എക്സാം പേർപ്പസ് ഓഫിലും പിന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് ഗുൽമത്തിലും നമുക്ക് മിനിമലാണ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഗുൽമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ലൈക്ക് എൻ അബ്ഡോമിനൽ ലംപ്. ഇറ്റ്സ് എ പാൽപ്പബിൾ റൗണ്ടഡ് ഇൻട്രാ അബ്ഡോമിനൽ ലംപ്. നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തൊടാൻ പറ്റുന്ന, നമുക്ക് റൗണ്ടായിട്ട് തോന്നുന്ന അല്ല റൗണ്ടഡ് ആയിട്ടുള്ള അബ്ഡോമിൻ്റെ ഉള്ളിലുള്ള ഒരു ലംബിനെയാണ് നമ്മൾ എപ്സസ് എന്നൊക്കെ പറയാം. ലംബിനെയാണ് നമുക്ക്, ഒരു എപ്സസിനെയാണ് നമ്മൾ ഗുൽമം എന്ന് പറയുന്നത്. സോ ഇത് ഇനി ഫസ്റ്റ് എന്തുകൊണ്ടാണ് ഗുൽമം തേർഡ് ചാപ്റ്റർ ആയിട്ട് വെച്ചതെന്നുള്ളത്, അതാണ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത്. സോ ആയുർവേദത്തിൽ ചരക സംഹിത ഈ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഡിസീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എട്ട് ഡിസീസാണ് ചരക സംഹിത പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ജ്വരം പറഞ്ഞു, പിന്നെ രക്തപിത്തം പറഞ്ഞു, തേർഡ് ഗുൽമമാണ്. ജ്വരത്തിൽ നിന്നാണ്, ജ്വരത്തിൻ്റെ ഉഷ്ണഗുണം കൊണ്ട് കൂടുതൽ സന്താപ ഗുണം കൊണ്ടാണ്, സന്താപ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് രക്തപിത്തം ഉണ്ടാകുന്നത്. രക്തപിത്തത്തിൻ്റെ ഉപദ്രവം പഠിച്ചപ്പോൾ അതിലത്തെ ഗുൽമമുണ്ട്. അല്ലെങ്കിൽ ജ്വരം ഉണ്ടാകുന്ന സമയത്ത് ജ്വരത്തിൻ്റെ ഒരു ഉപദ്രവമായിട്ട് വരുന്നതാണ് ഗുൽമം. സോ അതുകൊണ്ടാണ് അത് രക്തപിത്തത്തിന് ശേഷം ആചാര്യം പറഞ്ഞിരിക്കുന്നത്. ജ്വരത്തിൻ്റെ കോംപ്ലിക്കേഷനാണ് രക്തപിത്തവും ഗുൽമവും. പക്ഷേ ജ്വരത്തിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന ഉപദ്രവമാണ് രക്തപിത്തം, അതിനുശേഷം വരുന്നതാണ് ഗുൽമം. സോ അതുകൊണ്ടാണ് ആചാര്യൻ മൂന്നാമതായിട്ട് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗുൽമം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ദക്ഷയാഗം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ എങ്ങനെ ജ്വരമുണ്ടായി. ശിവനും ദക്ഷനും തമ്മിലുള്ള യുദ്ധത്തിനിടക്ക്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ബാറ്റിൽ, അതിനിടക്കാണ് ജ്വരം ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ദക്ഷ അദ്വര ഉദ്വംസേ, ദക്ഷനും ശിവനും തമ്മിലുള്ള ആ ഒരു ദക്ഷകോപം, നിങ്ങൾ ഓൾറെഡി കേട്ടാണ് ദക്ഷകോപം. അപ്പോഴാണ് ജ്വരമുണ്ടായിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ ജ്വരത്തിൻ്റെ അനുബന്ധമായി വന്നിരിക്കുന്നതാണ് മിത്തോളജിക്കൽ ഒറിജിനായിട്ട് പറയുകയാണെങ്കിൽ ഗുൽമം എന്ന് പറയുന്നത്. ഇനി സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ, ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ, ജ്വരമെന്ന് പറയുന്ന ഡിസീസ് ഈസ് ഏത് ധാതുവിനെയാണത് ചെയ്യുന്നത്? രസധാതുവിനെ എഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. രസധാതു ദുഷ്ടി കൊണ്ടുവരുന്ന അസുഖമാണ് ജ്വരം. ദെൻ രക്തധാതു ദുഷ്ടി കൊണ്ടുവരുന്നതാണ് രക്തപിത്തം. ദെൻ ഗുൽമ ഒരു ലംബാണ്. സോ നത്തിങ് ബട്ട് ഇറ്റ്സ് എ വിശേഷം ഓഫ് മാംസധാതുവിൻ്റെ വിശേഷം കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ഗുൽമം. സോ ആചാര്യം ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ്: രസം, രക്തം, മാംസം. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ പറയുന്ന പ്രമേഹമാണ്, 4ാമത്തെ ചാപ്റ്റർ. പ്രമേഹം മേധോധാതുവാണ്. സോ അങ്ങനെയാണ് ആചാര്യൻ ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നമുക്ക് സയൻറ്റിഫിക്കലി പറയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ജ്വരത്തിൻ്റെ കോംപ്ലിക്കേഷനാണ് രക്തപിത്തത്തിൻ്റെ കോംപ്ലിക്കേഷനാണ് ഗുൽമം. സോ ഗുൽമം ഇവിടെ ചക്രപാണി ദത്ത ഓൾറെഡി എന്തുകൊണ്ടാണ് ഗുൽമം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വൈ ഇറ്റ് ഹാസ് ബീൻ കെപ്റ്റ് ആസ് എ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നുണ്ട്. ദക്ഷ അദ്വര ഉദ്വംസ രക്തപിത്തം അനുഗുൽമ ഉത്പന്നതി രക്തപിത്തം അനുഗുൽമ നിദാനം. സോ ആഫ്റ്റർ ജ്വര ദിസ് ഗുൽമ ഈസ് ഒക്കേർഡ് ഡ്യൂ ടു ജ്വര. സോ ദാറ്റ്സ് വാട്ട് ഹി കെപ്റ്റ് ആസ് എ സൂൺ ആഫ്റ്റർ രക്തപിത്ത. സോ then I told you Jwara is due to Rasavaha dosha
ആൻഡ് രക്തവിത്ത രക്തവാഹസ്രോതസ്, ഗുൽമ മാംസവാഹസ്രോതസ്, പ്രമേഹ മേധോവാഹസ്രോതസ്. സോ കമ്മിങ് ടു ദ സാമാന്യ നിദാന, ഈ നിങ്ങളുടെ ചരകം നിങ്ങളുടെ സിലബസിൽ കുഹാസിൻ്റെ സിലബസിൽ ഗുൽമനിദാനം വളരെ ഷോർട്ടാണ്. അതിൽ 4 പോയിൻ്റാണ് ഓൾറെഡി നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ആ 4 പോയിൻറ്റിൻ്റെ 2 ശ്ലോകം കമ്പൾസറി മാൻഡേറ്ററി, ബാക്കി 2 മീനിങ് ആണ് ആവശ്യമുള്ളൂ. സോ ഫസ്റ്റ് വൺ ഈ സാമാന്യ നിദാന. ഇത് ശ്ലോകം എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ദി ശ്ലോക. യഥാ പുരുഷോ വാതലോ വിശേഷണ ജ്വര വമന വിരേചന അതിസാരണാം അന്യതമേന കർഷണേന കർഷിതോ വാതലം ആഹാരം ആഹാരതി ശീതം വ വിശേഷണ അതിമാത്രം അസ്നേഹപൂർവ്വ വമന വിരേചനെ പിബതി അനുദീർണം വ ഛർദിം ഉദീര്യതി ഉദീർണാൻ വാദമൂത്ര പുരുഷ വേഗാൻ നിരുണ്ണതി അത്യശിതോ വ പിബതി നവ ഉദകം അതിമാത്രം സംക്ഷോഭിണ വാ യാനേന യാതി അതിവ്യവായ വ്യായാമ മദ്യശോക അഴിജുർവ അഭിഘാതം മൃച്ഛതീവ വിഷമ അസന ശയന സ്ഥാന ചംക്രമണ സേവീവ ഭവതി അന്യത്വ കിഞ്ചിത് ഏവം വിധം വിഷമം അതിമാത്രം വ്യായാമജാതം ആരംഭതേ തസ്യ അപചാരാത് വാദഃ പ്രകോപം ആപദ്യതേ. ഇതാണ് നിദാനം പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഗുൽമം എന്ന് പറഞ്ഞൊരു അസുഖം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗുൽമം വാതജമാണ്. വാദമില്ലാതെ ഗുൽമം ഒരിക്കലും ഉണ്ടാകത്തില്ല. ഗുൽമത്തിൻ്റെ ടൈപ്സ് പറയുമ്പോൾ വാതജം, പിത്തജം, കഫജം, രക്തജം ആൻഡ് സന്നിപാതജം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഗുൽമവും വാദദോഷത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ഒരു ഗുൽമവും ഉണ്ടാകത്തില്ല. സോ വാദമാണ് പ്രഡോമിനൻ്റ് ആയിട്ട്. ഇനി കഫജ ഗുൽമം ഉണ്ടാകുന്ന സമയത്തും വാദം അവിടെ ഉണ്ടാകും. വാദത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ഒരു ഗുൽമവും ഉണ്ടാകത്തില്ല. ഈ യോനി രോഗം പറഞ്ഞല്ലോ, നെഹി വാദാത യോനിർ വനിതാന പ്രതിഷബി, ഈ യോനി രോഗങ്ങൾ അത് റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ സെക്ഷൽ ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വാദമില്ലാതെ അല്ലെ വാദത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരിക്കലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകത്തില്ല. അതുപോലെ ഗുൽമം എന്ന് പറഞ്ഞൊരു അസുഖം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വേണ്ടത് വാദമില്ലാതെ ഗുൽമം ഉണ്ടാകത്തില്ല. ഇനി വാദത്തിനോട് പിത്തവും കഫവും അല്ലെങ്കിൽ ഈ 3 ദോഷങ്ങളും അസോസിയേറ്റ് ചെയ്ത് വന്നു അല്ലെങ്കിൽ രക്തവും അസോസിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ഉണ്ടാകുന്നേ ഉള്ളൂ. സോ നമുക്കിതിൻ്റെ ഒക്കെ നമുക്ക് ഈ നിദാനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഇതൊക്കെ വാദത്തിനെ കൂട്ടുന്ന നിദാനങ്ങളാണ്, വാദത്തിനെ വിഷയേറ്റ് ചെയ്യുന്നതാണ്. യഥാ പുരുഷോ വാതലോ വിശേഷണ, വാതജമായിട്ടുള്ള പ്രകൃതിയുള്ള ആൾക്കാർക്ക് ഇൻഡിവിജ്വലിന് അങ്ങനെയുള്ള ഒരാൾ വാദികമായിട്ട് അല്ലെങ്കിൽ വാതജ പ്രകൃതിയുള്ള ഒരാൾ ജ്വരം വമന വിരേചന അതിസാരണം അന്യതമേന കർഷിത, ജ്വര വമന അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ജ്വരങ്ങളോ അല്ലെങ്കിൽ വമന വിരേചനങ്ങളോ അല്ലെങ്കിൽ അതിസാരങ്ങളോ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്ക് വമന വിരേചന അതിസാരങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലോ കർഷിതോ വാതലം ആഹാരം ആഹാരതി, ഇങ്ങനെയുള്ള വാതജ പ്രകൃതിയുള്ള ഒരാൾ അല്ലെങ്കിൽ മെലിഞ്ഞൊരാൾ വാതജമായിട്ടുള്ള ആഹാരങ്ങൾ വീണ്ടും സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശീതം വിശേഷണ അതിമാത്രം, ശീതമായിട്ടുള്ള ആഹാരങ്ങളോ അല്ലെങ്കിൽ ശീതമായിട്ടുള്ള വിഹാരങ്ങളോ കൂടുതലായിട്ട് സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അസ്നേഹപൂർവ്വ വമന വിരേചന വിപതി, വമന വിരേചനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പൂർവ്വകർമ്മമായിട്ട് സ്നേഹനം ചെയ്യണം. അങ്ങനെ സ്നേഹനം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അനുതീർണം വ ഛർദിം ഉദീര്യതി, മീൻസ് ഛർദിം ഉദീര്യതി, നമുക്ക് വൊമിറ്റിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ക്രിയകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉദീർണാൻ വാദമൂത്ര പുരുഷ വേഗാൻ നിരുണ്ണതി, മീൻസ് നമ്മൾ വേഗങ്ങളെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ വേഗങ്ങളെ നമ്മൾ ഒബ്സ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യശിതോ വാ പിബതി നവ ഉദകം അതിമാത്രം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിസംക്ഷോഭിണവ യാനേന യാതി, യാനേന മീൻസ് വെഹിക്കിൾ, അതിസംക്ഷോഭിണ മീൻസ് ജർക്കിംഗ് ആയിട്ടുള്ള വെഹിക്കിൾ. നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഒരു ഹില്ലി ഒരു ട്രക്കിങ്ങിന് പോവുകയാണ്, നമ്മൾ ഒരു വലിയ കല്ലുള്ള അല്ലെങ്കിൽ നല്ലൊരു വഴിയല്ലാത്ത കൂടെ ജർക്കി ആയിട്ടുള്ള വാഹനത്തിൽ പോവുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിവ്യവായ വ്യായാമ മദ്യശോക രുചുർവ, അതിവ്യവായ സെക്ഷൽ ഇൻ്റലിജൻസ് കൂടുതലായി ചെയ്ത് കഴിഞ്ഞാൽ വ്യായാമം എക്സസീവായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മദ്യം ശോകം നമുക്ക് മെൻ്റലായിട്ട് അല്ലെങ്കിൽ ഫിയർ അല്ലെങ്കിൽ ശോകം സാഡ്നെസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിഘാതം മൃച്ഛതീവ, ഇനി നമുക്കൊരു അഭിഘാതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രോമ കിട്ടിക്കഴിഞ്ഞാൽ വിഷമ അസന ശയന സ്ഥാന ചംക്രമണ, നമ്മുടെ പോസ്റ്റർ ശരിയായിട്ട് കിടന്നിട്ടില്ലെങ്കിൽ ശരിയായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ശരിയായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാദം കൂടുകയും ആ വാദം കൂടുന്ന കൊണ്ട് ഗുൽമത്തിന് കാരണമാകുമെന്നും ആചാര്യൻ പറയുന്നു. അന്യത്വ കിഞ്ചത്ത് ഏവം വിധം വിഷമം അതിമാത്രം, ഇതല്ലാതെ നിങ്ങൾക്ക് വിഷമമായിട്ടുള്ള അല്ലെങ്കിൽ വിഷമം മീൻസ് നിങ്ങൾക്ക്
പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, നമുക്ക് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശരിയായ വഴിയിലെ കൂടെ ചെയ്യുന്ന അല്ലെങ്കിൽ വിഷമമായിട്ട് മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കിടക്കേണ്ടത് ഒരു സുപ്പൈൻ പൊസിഷനാണ്, ഇനി നമ്മൾ കിടക്കുന്നത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുകയാണ്, അങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ നോർമൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ നോർമൽസിൽ നിന്ന് മാറി അബ്നോർമലായി ചെയ്യുന്നു, അപ്പോഴൊക്കെ വാദത്തിനെ വിഷയേറ്റ് ചെയ്യാൻ കാരണമാകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുൽമത്തിന് കാരണമാകും, അല്ലെങ്കിൽ വാദം വർദ്ധിക്കുകയും ഈ വാദം ഗുൽമത്തിന് കാരണമാകുകയും ചെയ്യുന്നു. സോ ഡെഫിനിഷൻ ഓഫ് ഗുൽമ: സാ പ്രകുപിതോ വായുർ മഹാസ്രോതോ അനുപ്രവിശ്യ രൗക്ഷ്യാത് കഠിനീഭൂതം ആപ്ലുത്യ പിണ്ഡിതോ അവസ്ഥാനം കരോതി ഹൃദി വസ്തോ പാർശ്വയോർ നാഭ്യാംബ സ ശൂലം ഉപജനേതി ഗ്രന്ഥിശ്ച അനേകവിധാൻ പിണ്ഡിതശ്ച അവതിഷ്ഠതേ സ പിണ്ഡിതത്വാത് ഗുൽമ ഇത്യപദീയതേ. ഇവിടെ ഗുൽമത്തിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡെഫിനിഷൻ സിലബസിൻ്റെ ഡെഫിനിഷൻ എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംപ്രാപ്തി എന്ന് പറയാം, അല്ലെ ഗുൽമ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയാം. ഗുൽമം എന്താണ് ഗുൽമം എന്നാണ് ഇവിടെ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഗുൽമം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് വിത്തൗട്ട് വാദ ദർ വിൽ നോട്ട് ബി എനി ഗുൽമ. വാദമില്ലാതെ ഗുൽമം ഉണ്ടാകത്തില്ല. സോ ഇങ്ങനെ നിങ്ങൾ വാദജമായിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങളും വിഹാരങ്ങളും അല്ലെങ്കിൽ എല്ലാ ക്രിയകളും ചെയ്തുകൊണ്ട് വാദം കൂടുകയും വാദം മഹാസ്രോതസ്സിൽ പോയിട്ട്, മഹാസ്രോതസ് എന്താണ്? അന്തഃകോഷ്ട മഹാസ്രോത ആമപക്വാശാശ്രയ. മഹാസ്രോതസ് മീൻസ് ആമപക്വാശത, ആമാശത്തിൻ്റെയും പക്വാശത്തിൻ്റെയും ഇടയിലാണ് മഹാസ്രോതസ്സുള്ളത്. മഹാസ്രോതസ് പ്രാണവസ്രോതസിൻ്റെ പ്രാണവാഹന സ്രോതസ്സാം ഹൃദയം മൂലം മഹാസ്രോതശ്ച, പ്രാണവഹ സ്രോതസ്സിൻ്റെ മൂലസ്ഥാനമാണ് മഹാസ്രോതസ്. സോ ഈ മഹാസ്രോതസ് പോവുകയും ഈ മഹാസ്രോതസ് പോയിട്ട് രൗക്ഷ്യാത്, വാദമാണ് പോകുന്നത്, വാദത്തിൻ്റെ ഫസ്റ്റ് ഗുണം രൂക്ഷഗുണം, വാദത്തിൻ്റെ രൂക്ഷം കൊണ്ട് കഠിനീഭൂതം ആൽപ്പുവത് ഹാർഡൻസ്. ഈ മഹാസ്രോതസ് പോയിട്ട് മഹാസ്രോതസിനെ ഹാർഡൻ ചെയ്യിപ്പിക്കണം, കഠിനമാക്കുകയാണ് ഈ രൗക്ഷ്യഗുണം കൊണ്ട്. ഇങ്ങനെ ഹാർഡൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ പിണ്ടി വെച്ചാൽ അവിടെ ലംബ് ഓർ സ്വെല്ലിങ് വരും, അല്ലെങ്കിൽ ഒരു മാസ് വരും. ഈ മാസ് എങ്ങനെയായിരിക്കും? എവിടെയൊക്കെ ഉണ്ടാവും? ഹൃദയത്തിലുണ്ടാവും, വസ്തിയിലുണ്ടാവും. ഹൃദയം മീൻസ് നമുക്ക് ഹാർട്ട് അല്ലെങ്കിൽ അപ്പർ എപ്പിഗാസ്ട്രിക് റീജിയൻ എന്ന് പറയാം, അല്ലെ അപ്പർ അബ്ഡോമിനൽ റീജിയൻ എന്ന് പറയാം. ദെൻ വസ്തി മീൻസ് യൂറിനറി ബ്ലാഡർ. പാർശ്വയോനിയോ പാർശ്വയോർ നാഭി അതായത് അമ്പലിക്കസ്, അതിൻ്റെ രണ്ട് സൈഡിൽ. സോ നമുക്ക് ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ ഹൃദയം തൊട്ടിട്ട് നമ്മുടെ യൂറിനറി ബ്ലാഡർ വരെ നമ്മളുള്ള ആ പ്ലേസുകളിൽ മാസ് അല്ലെങ്കിൽ ലംബ് അല്ലെങ്കിൽ സ്വെല്ലിങ് ഫോം ചെയ്യും, ഹാർഡനായിട്ടുള്ള. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഗുൽമം എന്ന് പറയുന്നത്. ശൂലം ഉപജനേതി, ഇങ്ങനെയുള്ള മാത്രമല്ല ഇതിൻ്റെ കൂടെ പെയിനും ഉണ്ടാവും. ശൂലം ഉപജനേതി ഗ്രന്ഥിശ്ച അനേകവിധാനം. ചിലപ്പം ഒരു സ്വെല്ലിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലംബേ ഉണ്ടാവും, ചിലപ്പം ഒരുപാട് അനേകവിധ ഗ്രന്ഥികളുണ്ടാവും, മാസുകളുണ്ടാവും. പിണ്ടിജസ്ത അവതിഷ്ഠതേ സാ പിണ്ടിതത്വാത് ഗുൽമ. ഇങ്ങനെയുള്ള ഹാർഡൻ ചെയ്ത മാസിനെയാണ് ഗുൽമം എന്ന് പറയുന്നത്. സോ രക്തഗുൽമ നിദാന, ദിസ് ഇസ് ഈ രക്തഗുൽമ നിദാനം എന്ന് വെച്ചാൽ എപ്പോഴും തേർഡ് ഇയറിൽ പ്രസൂതിയിൽ എപ്പോഴും ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ പ്രസൂതിയിൽ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, എസ് എ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് രക്തഗുൽമം. സോ നിങ്ങൾ ഈ ചരക സംഹിതയിൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഗുൽമം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് രക്തഗുൽമം ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ വാട്ട് ഈസ് രക്തഗുൽമ? ശോണിത ഗുൽമസ്തു കലു സ്ത്രീയ ഏവ ഭവതി ന പുരുഷസ്യ ഗർഭകോഷ്ട ആർത്തവ ആഗമന വൈശേഷ്യാത് പാരതന്ത്ര്യാത് അവൈശാരദ്യാത് സതതം ഉപചാരം അനുരോധത്വ വേഗാനുദീർണം അനുപരുന്ധത്യ ആമഗർഭേ വാ അപി അചിരപതിതേ അഥവാ അപി അചിരപ്രജാതായ ഋതോ വ വാദപ്രകോപണ അന്യസേവമാനായ ക്ഷിപ്രം വാദപ്രകോപം അപദ്യതേ. രക്തഗുൽമത്തിനെ കുറിച്ച് ആചാര്യം പറയുകയാണ്. ശോണിത ഗുൽമസ്തു കലു സ്ത്രീയ ഏവ ഭവതി. ശോണിത ഗുൽമം, രക്തഗുൽമം സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നാൽ ന പുരുഷസ്യ, പുരുഷന്മാർക്ക് ഉണ്ടാകത്തേ ഇല്ല. എന്തുകൊണ്ടാണ്? ഗർഭകോഷ്ട ആർത്തവ ഗമന വൈശേഷ്യാത്. യൂട്രസും ഗർഭം അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള കഴിവ്, ഡെലിവറി ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ യൂട്രസ് ആർത്തവാഗമന മെൻസ്ട്രുവേഷൻ നടക്കാനുള്ള ആ പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ഗർഭവും യൂട്രസും മെൻസ്ട്രുവേഷൻ നടക്കുന്ന ആ കഴിവും ഉള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ്. സോ ഈ ഒരു റെഫറൻസ് എൻട്രൻസ് പോയിന്റിലും പിന്നെ അതുപോലെ നിങ്ങൾക്ക് സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ചരക സംഹിതയിലുള്ള റെഫറൻസ് ആണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് രക്തഗുൽമമില്ലാത്ത സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാവും? സോ എന്തൊക്കെയാണ്? എന്താണ് സ്ത്രീകളെ മറ്റുള്ളവരിൽ നിന്ന്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് മറ്റുള്ളവരിൽ നിന്നൊക്കെ എന്താ പറയുക, സ്ത്രീകളുടെ കഴിവിനെയാണ് ആചാര്യൻ അടുത്ത ലൈനിൽ പറയുന്നത്. പാരതന്ത്ര്യാത്, അത് രക്തഗുൽമത്തിൻ്റെ കാരണമാണ് സ്ത്രീകളിലാണ് രക്തഗുൽമം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്നതെന്നാണ് ആചാര്യൻ പറയുന്നത്. പാരതന്ത്ര്യാത് അവൈശാരദ്യം മീൻസ് അജ്ഞാനം. പാരതന്ത്ര്യാത് മീൻസ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്,
അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, സതതം ഉപചാര അനുരോധത്വ, എന്തൊക്കെ ചരിക്കണം, എന്തൊക്കെ റിച്വൽസ് ചെയ്യണം, എന്തൊക്കെ റിച്വൽസ് ചെയ്യണ്ട എന്നുള്ള അജ്ഞാനം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവ് ചെയ്യുന്നതുകൊണ്ട് ഇത് മറന്നു പോകും. ചിലപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാവും, അവർ നമ്മുടെ മക്കളെ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ മറന്നു പോകും. സോ അതാണ് പാരതന്ത്ര്യം. അതൊരു സ്ത്രീയുടെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പാരതന്ത്ര്യത്ത്. ആ വൈശാര്യത്ത് അജ്ഞാനം കൊണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്ത കൊണ്ടോ, വേഗാനുതീർണാൻ അനുപരതത്വ, വേഗങ്ങളെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. വേഗങ്ങൾ 13 വേഗങ്ങളിൽ നമുക്ക് ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ പറ്റാത്ത 13 വേഗങ്ങൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെയുള്ള വേഗങ്ങളെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. എന്തുകൊണ്ട്? പാരതന്ത്ര്യം, മറ്റുള്ളവരെ സേവ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ. ചിലപ്പം ഇത് അറിവില്ലായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേഗങ്ങൾ ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്, അത് അങ്ങനെയുള്ള ഒരു അറിവില്ലായ്മ. ഈ ഒരു ഇപ്പം നമ്മൾ കരയേണ്ടി വന്നു കഴിഞ്ഞാൽ കരയണം, കരഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ആ ഒരു അറിവില്ലെങ്കിൽ നമ്മൾ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അങ്ങനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആമഗർഭേവ മീൻസ് അബോഷൻ, അല്ലെങ്കിൽ അബോഷൻസ്, കണ്ടിന്യൂസ് അബോഷൻ കൊണ്ട്, അചിരപതിദേവ അചിരപ്രജാതായ ഋതോവ വാദപ്രകോപണം അന്നസേവമാനയ. അചിരപതിതേ മീൻസ് ഈ അബോഷന് ശേഷമോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമോ, അബ്നോർമൽ ഡെലിവറിക്ക് ശേഷമോ, അചിരപ്രജാതായ അബ്നോർമൽ മെൻസ്ട്രുവേഷന് ശേഷമോ, ഋതോവ വാദപ്രകോപണാനി, ഇങ്ങനെ വാദങ്ങൾ കൂട്ടുന്ന ആഹാരങ്ങളും വിഹാരങ്ങളും സേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തഗുൽമം ഉണ്ടാകും. രക്തഗുൽമം സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാവൂ, പുരുഷന്മാർക്ക് ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെ സേവിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തത് കൊണ്ടും അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും അവർ വേഗങ്ങളും അല്ലെ വാദത്തിനെ കൂട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും, സോ അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അബ്നോർമലായിട്ട് മെൻസ്ട്രുവേഷന് ശേഷമോ അല്ല അബ്നോർമലായിട്ടുള്ള ഡെലിവറിക്ക് ശേഷമോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അബോഷന് ശേഷമോ വാതജമായിട്ടുള്ള ആഹാരങ്ങളും വിഹാരങ്ങളും സേവിച്ചു കഴിഞ്ഞാൽ രക്തഗുൽമത്തിന് കാരണമാകുന്നു. സോ ഇനി എന്താ, അത് തന്നെയാണ്. സോ ഇതിൽ നിങ്ങൾക്ക് രക്തഗുൽമത്തിൻ്റെ മീനിങ് മാത്രമേ വേണ്ടൂ. പക്ഷേ ഡെഫിനിഷൻ ഓഫ് ഗുൽമ ആൻഡ് നിദാൻ ഓഫ് ഗുൽമ നിങ്ങൾ ശ്ലോകം കമ്പൾസറി ആണ്, 2 ശ്ലോകം പഠിക്കണം. പക്ഷേ രക്തഗുൽമത്തിൻ്റെ മീനിങ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ശ്ലോകം പഠിക്കണം, ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. സോ സപ്രകൃപിതോ യോനീമുഖം അനുപ്രവിശ്യ ആർത്തവം ഉപരുണ്ണതി മാസീ തഥാർത്ഥവം ഉപരുദ്യമാനം കുക്ഷിം അഭിവർദ്ധ്യതി തസ്യ ശൂല കാസ അതിസാര ഛർദി അരോചക അവിപാക അംഗമർദ്ദ നിദ്ര ആലസ്യ സ്ഥൈമിത്യ കഫപ്രസേക സമ ഉപജായന്തി സ്തനയോശ്ച സ്തന്യം ഓഷ്ട്യോ സ്തനമണ്ഡലോശ്ച കാഷ്ണ്യം അത്യർത്ഥം ഗ്ലാനിർചക്ഷുഷോ മൂർച്ഛാഹൃല്ലാസഃ ദോഹദഃ ശ്വേതുശ്ച പാദയോഃ ഈർഷ്യശ്ച ഉദ്ഗമരോമരാജ്യഃ യൂന്യശ്ച ആടലത്വം അബീച യൂന്യ ദൗർഗന്ധ്യം അസ്രാവശ്ചുപജായതേ കേവലശ്ച അസ്യ ഗുൽമാഃ പിണ്ഡിത ഏവ സ്പന്ദതേ തം ആമഗർഭാം ഗർഭിണീം ഇത്യാഹുർമൂഢഃ. രക്തഗുൽമത്തിനെ നമ്മൾ മൂഢഗർഭം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂഢമാണ്, നമുക്കത് ഫോൾസ് ഗർഭമാണ്, ഫോൾസ് എന്താ പറയുക കൺസെപ്ഷനാണ് നമ്മൾ രക്തഗുൽമം. ഈ രക്തഗുൽമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ നമ്മൾ പ്രസൂതിയിലൊക്കെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 മാസം സ്ത്രീകൾക്ക് എങ്ങനെ, ഇപ്പോൾ ഒരാൾ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ വയറ് മാസാനുമാസമായിട്ട് നിങ്ങൾ പഠിച്ചാണ്. ഈ വർഷം നിങ്ങൾക്ക് ശരീരത്തിൽ പഠിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം, കഴിഞ്ഞ വർഷം നിങ്ങൾ അനാട്ടമി പഠിച്ചു, മാസാനുമാസ ഗർഭവൃദ്ധി ഉണ്ടാവും. അതുപോലെ ഇങ്ങനെ ഒരു ഫീമെയിലിന് ഇതുപോലെ മാസാനുമാസമായിട്ട് അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് അവരുടെ അബ്ഡോമിനൊക്കെ എൻലാർജ് ചെയ്ത് വരും. പക്ഷേ ഇങ്ങനെ 10 മാസം എത്തുകയും 10 മാസം ശേഷം കുട്ടി ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഡെലിവറി നടക്കത്തുമില്ല. അങ്ങനെയുള്ള ഫോൾസ് പ്രഗ്നൻസിയാണ് നമുക്ക് രക്തഗുൽമം എന്ന് പറയുക. അതുകൊണ്ടാണ് രക്തഗുൽമത്തിൻ്റെ ഇമ്പോർട്ടൻസും. സോ രക്തഗുൽമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വാതജമായിട്ട് പിത്തജമായിട്ട് കഫജമായിട്ടുള്ള ഗുൽമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വെല്ലിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് ഗ്രോത്ത് മന്ത്ലി ഒരു ഗർഭം എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് രക്തഗുൽമം. സോ അതുകൊണ്ടാണ് രക്തഗുൽമത്തിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ സേവിച്ച് കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വാതജമായിട്ടുള്ള ആഹാരങ്ങളും വിഹാരങ്ങളും ആഫ്റ്റർ അബ്നോർമൽ ഡെലിവറി ആൻഡ് അബ്നോർമൽ മെൻസ്ട്രുവേഷൻ അങ്ങനെ അവർ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കും? ഡെഫിനറ്റ്ലി വാദം കൂടും. സപ്രകൃപിതോ യൂനിയർ മുഖം അനുപ്രവശ്യം ആർത്തവം ഉപരുദ്ധി. ഇങ്ങനെ വിഷയായിട്ട് വാദം യൂനിമുഖം, ഇറ്റ് വിൽ ഗോ ടു യോനി, ഇറ്റ് വിൽ ഗോ ടു യൂട്രസ് ആൻഡ് ഇറ്റ് വിൽ ഒബ്സ്ട്രക്ട് ദർ. സോ വിഷിയേറ്റഡ് ആയിട്ടുള്ള വാദം പോയിട്ട് യൂട്രസിൽ പോയി നിൽക്കുകയും അവിടെ അത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഉണ്ട് കഴിഞ്ഞാൽ ആർത്തവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മാസി തഥാർത്ഥം ഉപരുദ്ധ്യമാനം, ഓരോ മാസത്തിലും ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് ആർത്തവത്തിന് അല്ലെങ്കിൽ ബ്ലീഡിങ് പുറത്തേക്ക് പോകത്തില്ല, അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യും ഈ വാദം. സോ അങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി എനി മെൻസ്ട്രുവേഷൻ. അങ്ങനെ ആബ്സൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സ്ത്രീ വിചാരിക്കും ഷീ ഹാസ് കൺസീവ്ഡ്.
സോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുക്ഷിം അഭിവർദ്ധിത, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ട്, ആ ഭാഗത്തിൻ്റെ ഒബ്സ്ട്രക്ഷൻ കൊണ്ട് രക്തം പുറത്തേക്ക് പോകുന്നത്, ആ രക്തം ഇങ്ങനെ കോഷ്ടത്തിൽ അല്ലെങ്കിൽ കുക്ഷിയിൽ അല്ലെങ്കിൽ വയറിൽ നിന്നിട്ട് അത് ഓരോ മാസവും വണ്ണം വെച്ച് അഭിവർദ്ധേതി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. തസ്യ അങ്ങനെയുള്ള ഒരാൾക്ക് ശൂല പെയിൻ, കാസ, കഫ്, അതിസാര, ഡയറിയ, ഛർദി, വോമിറ്റിംഗ്, അരോചക, ടേസ്റ്റ്ലെസ്, അവിഭാഗ, ഇൻഡൈജഷൻ, അംഗമാർദ്ദ, ബോഡി പെയിൻ, അംഗമർദ്ദ, നിദ്ര, ആലസ്യ, എക്സസീവ് സ്ലീപ്പ്, ആലസ്യ, വീക്ക്നെസ്, ലേസിനെസ്, സ്ഥൈമിത്യ ഇസ് ഓൾസോ ലേസിനെസ്, കഫപ്രസേക മീൻസ് എക്സസീവ് സലൈവേഷൻ, സമ ഉപജായന്തേ, ഇതൊക്കെ കാണാൻ പറ്റും. സോ ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പം ഗർഭലക്ഷണത്തിൽ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷം പഠിച്ചായിരിക്കും, അല്ലെങ്കിൽ ഈ വർഷം ശരീരത്തിൽ പഠിക്കും. ഗർഭലക്ഷണത്തിൽ നിങ്ങൾക്ക് ഇതേ സിംറ്റംസ് കാണാൻ പറ്റും. സോ ഇങ്ങനൊരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഓൾറെഡി അമനോറിയ നോട്ട് ചെയ്തു, അതിനോട് ഈ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വിൽ തിങ്ക് ദാറ്റ് ആൻഡ് ഷീ സീയിങ് ദാറ്റ് ഹെർ അബ്ഡോമിൻ is every month it is increasing, so she will be reaching a conclusion that she has got conceived. So അങ്ങനെ വിചാരിക്കും. Staniyosha sanyam means there will be milk production in the breast, and osteoho stanamandalasya kashnam, osta the lip and the areola there will be blackish discoloration. Atyartham glani chakshushoho, there will be excessive glani, there will be excessive tiredness, and chakshusha there will be drooping of eyelids. Murcha there will be fainting. Hrillasa means nausea, and dohada means here ദൗഹൃദ, there will be ദൗഹൃദം. നിങ്ങൾ പഠിച്ചില്ലേ ദൗഹൃദം, 4ാമത്തെ മാസം ദൗഹൃദം, അമ്മയ്ക്കും കുട്ടിക്കും ഉണ്ടാകുന്ന മനസ്സ് ദൗഹൃദം. ശ്വയദുശ്ച പാതയോ, കാലിൽ സ്വെല്ലിംഗ് ഉണ്ടാവും. പൊതുവെ പ്രഗ്നൻസിയിൽ കാലിൽ സ്വെല്ലിംഗ് കാണാൻ പറ്റുന്നത് എക്സസീവായിട്ട് വെയിറ്റ് കൂടുകയും ആ വെയിറ്റ് കൊണ്ട് ആ വെയിറ്റിൻ്റെ ഒരു വെയിറ്റ് ബെയറിംഗ് കൊണ്ടാണ് കാലിൽ സ്വെല്ലിംഗ് വരുന്നത്. ഈശ്വശ്ച ഉദ്ഗമാഹ രോമരാജ്യ, ദർ വിൽ ബി എന്താ പറയുക, രോമങ്ങൾ സ്മോൾ ഹെയർസ് ആണ് നമുക്ക് കാണാൻ പറ്റുക ആ പേഷ്യൻറ്റിൻ്റെ അല്ലെ ആ സ്ത്രീയുടെ ശരീരത്തിൽ. യോനിശ്ച ആടലത്തം, ദർ വിൽ ബി ഡയലറ്റേഷൻ ഓഫ് ദി യൂട്രസ്. Then abhicha yunyaha daurgandyam asravashubhajate, there will be foul smell, daurgandyam asravash, there will be secretions as well as there will be foul smell will be there in the uterus. Then kevalascha asya gulmaha pindita eva spandade, kevalascha asya gulmaha pindita eva spandade, there will be pindita eva spandade, there will be മൂവ്മെൻറ്റ്. നമ്മൾ അവിടെ തൊട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു അവിടെ നമ്മൾ അബ്ഡോമിൻ്റെ അവിടെ തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു പൾസേഷൻ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും, അങ്ങനെ പൾസേഷൻ കിട്ടും, ദാറ്റ് വിൽ ബി എ പൾസേഷൻ ഓഫ് എ ബേബി. സോ ഇറ്റ് ഈസ് നോട്ട് എ പൾസേഷൻ ഓഫ് എ ബേബി, ഇറ്റ് ഈസ് എ പൾസേഷൻ ഓഫ് എ ലംബ്, രക്തകുൽമ. സോ അങ്ങനെ നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് she has conceived and a fetus is growing day by day. So actually it is not, it is due to Rakta Gulma, it is due to the obstruction of Vada, and it will be obstructed to the movement of Rakta, and this Rakta will be day by day or monthly it will increase, or it will larger in the abdomen, and it will monthly there will be increasing the size of the mass. So സ്തനയോശ്ച സ്തന്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇപ്പം നമുക്കൊരു ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് ഇവൻ ഇതൊരു ഫോൾസ് ഗർഭമായിട്ട് കൂടി സ്തനയോശ്ച സ്തന്യം, എങ്ങനെയാണ് ബ്രസ്റ്റ് മിൽക്ക് വരുന്നതെന്ന്. ബിക്കോസ് ഇതൊരു ബോഡി മെക്കാനിസമാണ്. ബോഡി വിചാരിക്കുന്നത് ഇത് ഓൾറെഡി ദർ വിൽ ബി അറ്റ്മോസ്ഫിയർ ലീസ് ലൈക്ക് എ കൺസെപ്ഷൻ, അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് അവിടെ വരുന്നത്. ചക്രപാണി ദത്ത അതിൻ്റെ കമൻട്രി ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട്. പിന്നെ ദൗഹൃദം, ഇവിടെയും ദൗഹൃദം വരുന്നു. ഒരിക്കലും കുട്ടി ആക്ച്വലായിട്ട് ലിവിങ് ആയിട്ടൊരു കുട്ടിയല്ലത്, എന്നിട്ടും ദൗഹൃദം വരുന്നു എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് വിഷചികിത്സ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, അതിൽ അടുത്ത വർഷം നിങ്ങൾ വിഷചികിത്സ പഠിക്കും. വിഷചികിത്സയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്ക് പാമ്പിനെ കാണുമൊന്നും വേണ്ട, അല്ലെ നമ്മളിപ്പോൾ രാത്രി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ചില ആൾക്കാർ എന്തെങ്കിലും കാലിലേക്ക് വന്ന് തട്ടും. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു മരത്തിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു ചുള്ളിക്കൊമ്പോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും പാമ്പ് കടിച്ചാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു പാമ്പ് കടിച്ച അതേ സിംറ്റംസ് നമുക്ക് ഉണ്ടാവും. പേടി ശംഖവിഷം എന്ന് പറയുന്നുണ്ട്, അതിന് ശംഖവിഷം എന്ന് പറയും. നമുക്കത് ഡൗട്ട്ഫുള്ളായിട്ട് സംശയം കൊണ്ട്, നമ്മളെ പേടി കൊണ്ട് നമുക്ക് പാമ്പ് കടിച്ചില്ലെങ്കിലും പാമ്പിൻ്റെ അതേ വിഷം നമുക്ക് കടിച്ച പോലെ തോന്നും. അങ്ങനെ നമുക്ക് പല ഇൻസിഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ കോവിഡ്-19 എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു തൊണ്ടവേദനയും ജലദോഷവും വരുമ്പം പനിയും വരുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് കോവിഡ്-19 ആണ്. നമുക്ക് പേടിയുണ്ട്, ഭയങ്കര പേടിയായിരിക്കും. നമ്മളൊരു കോവിഡ് പേഷ്യൻ്റ് വന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. സോ അതുപോലെയാണ് ഈ ദൗഹൃദം എന്ന് പറയുന്നത്. മീൻസ് ഇവിടെ ബോഡിയിൽ ഇങ്ങനെയൊരു മാസ് വളരുന്ന സമയത്ത് ഈ ദൗഹൃദം ഉണ്ടാകുന്നു. അത് ആക്ച്വലായിട്ട് കുട്ടി മീൻസ് ലിവിങ് ബീങ് ആയിട്ട് ലിവിങ് ഫീറ്റസ് ഉള്ളതുകൊണ്ടല്ല, ബോഡി വിചാരിക്കുന്നു അവിടെ ലിവിങ് ഫീറ്റസ് ആണ് ഉള്ളതെന്ന്. എങ്ങനെ, നമുക്കിപ്പം ഒരിക്കൽ പാമ്പ് കടിയേക്കാതെ തന്നെ പാമ്പിനെ പോലെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഗർഭമില്ലാതെ നമ്മൾ ഗർഭത്തിലുണ്ടാകുന്ന ദൗഹൃദം എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകുന്നു.
ചക്രപാണി ദത്ത പറയുന്നുണ്ട് ഇതിൽ. സോ ഇതിൽ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീച്ചറും ചക്രപാണി ദത്ത പറഞ്ഞ് കേവല സ്പന്ദത ഇതി ന ഏകദേശേന ഗർഭോ ഹി ഏകദേശേന അഭിസ്പന്ദതേ തേനേവ ലക്ഷണം ഗർഭശങ്ക വ്യാവർത്തകം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണ് ഒരു ഫിസിഷ്യൻ മനസ്സിലാക്കുക ഇത് രക്തഗുൽമമാണോ അല്ലെങ്കിൽ ഇത് ഗർഭമാണോ? ഇത് ചക്രപാണി ദത്ത കമൻട്രിയിൽ തന്നിരിക്കുന്നതാണ്. ഇതിലത്ത് നമുക്ക് ലംബിന് നമ്മൾ കൈ കൊണ്ട് രക്തഗുൽമം അല്ലെങ്കിൽ രക്തഗുൽമമായിട്ടൊരു പേഷ്യൻ്റ്, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായിട്ട് വന്നൊരു പേഷ്യൻറ്റിനെ നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾ ഓവർ ദ മാസ് നമുക്ക് അല്ലെങ്കിൽ എവിടെയൊക്കെ ആ മാസ് നമ്മളൊരു ഗർഭിണിയുടെ വയറെങ്ങനെയാണോ ആ വയറിൽ മൊത്തം സൈസിൽ ഫുള്ളായിട്ട് സൈസിൽ നമുക്ക് പാൽപിറ്റേഷൻ നമുക്ക് കിട്ടും, പൾസേഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഗർഭത്തിൽ നമുക്കൊരു ചില പോയിൻറ്റ്സിൽ മാത്രമേ കിട്ടുള്ളൂ, ഏകദേശത്തിൽ മാത്രം, ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഫീറ്റസിൻ്റെ എവിടെയാണോ ഫീറ്റസിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ഹാർട്ട് എവിടെയാണോ വരുന്നത് ആ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് പൾസേഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ രക്തഗുൽമത്തിൽ നമുക്ക് ഓൾ ഓവർ ഒരു അബ്ഡോമിനിൽ കൈ വെച്ച് പാൽപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് സ്പന്ദനം കിട്ടും. അതാണ് ഇത് രണ്ടും ഡിഫറൻസ്. ഒരു വൈസ് ഫിഷൻ ഇങ്ങനെ എക്സാമിൻ ചെയ്തിട്ട് ഹി വിൽ ഡിസൈഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ് ഈസ് എ രക്തഗുൽമ ഓർ ഇറ്റ് ഈസ് എ ആക്ച്വൽ ഗർഭ. സോ പൂർവ്വരൂപ. സോ ഇത് രക്തഗുൽമത്തിൻ്റെ പൂർവ്വരൂപ അല്ല, ഗുൽമത്തിൻ്റെ പൂർവ്വരൂപമാണ്. ഗുൽമം എന്ന് പറഞ്ഞ അസുഖം ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാകാനുള്ള പൂർവ്വരൂപം എന്താണ്? തദിത അനന്നാഭിലാഷ്ടം അരോചക വിപാകോ അഗ്നിവൈഷമ്യം വിദാഹോ ഭുക്തസ്യ പാകകാലേ ച അയുക്തയാ ഛർദി ഉദ്ഗാരോ വാദമൂത്ര പുരീഷവേഗാനാം ച അപ്രാദുർഭാവഃ പ്രാദുർഭൂതാന ച അപ്രവൃത്തി ഈഷത് ആഗമനം വ വാദശൂല ആടോപ ആന്ധ്രകൂജന പരിഹർഷണ അതിവൃത്തപുരീഷത അബുഭുക്ഷ ദൗർബല്യം സൗഹൃദ്യസ്യ ച അസഹത്വമിതി. തദ്ദിത അനന്നാഭിലാഷണം. Anannaഭിലാഷണം means there will be aversion towards food. Arojaka vipago, tastelessness as well as indigestion. Agni vaishamya, there will be impairment of the agni. Vidaho bhuktasya, after നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് വിദാഹം തോന്നുക അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ തോന്നുക. പാകകാല ചയുക്തയ ഛർദി ഉദ്ഗാരോ, നമ്മൾ പാകകാല യുക്തിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിൻ്റെ പാകകാലം ഡയജഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തന്നെ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബെൽക്കിങ്ങും നമുക്ക് തുടങ്ങുക. വാദമൂത്ര പുരുഷവേഗം അപ്രാദുർഭാവ, വാദമൂത്ര പുരുഷവേഗങ്ങൾ റിഡ്യൂസ് ചെയ്യുക. ഇനി വാദമൂത്ര പുരുഷ വേഗങ്ങളെ നമുക്ക് ഉണ്ടാകത്തില്ല, വേഗങ്ങൾ ഉണ്ടാകുന്ന സാധനം റിഡ്യൂസ് ചെയ്യുക. ഇനി അഥവാ പ്രാദുർഭൂതനം ച പ്രവൃത്തി ഈഷത് ആഗമനം വ മീൻസ് പ്രാദുർഭൂതം. ഇനി അങ്ങനെ നമുക്ക് വേഗങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ, പക്ഷെ അത് ഒരു എക്സ്ക്രീഷൻ, ഇപ്പോൾ ഒരു പുരുഷ വേഗം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും ഡെഫിക്കേഷൻ നടക്കത്തില്ല. ഡെഫിക്കേഷൻ നടന്നാൽ തന്നെ ലെസ്സായിരിക്കും നടക്കുക. വാദശൂല ആടോപ ആന്ധ്രകൂജന പരിഹർഷണം അതിവൃത്ത പുരുഷത, പെയിൻ, ഡിസ്റ്റൻഷൻ, ഗർഗ്ലിംഗ് സൗണ്ട്, ഹോർപ്ലേഷൻ ആൻഡ് ഡയറിയ. അതിപുരുഷത മീൻസ് എക്സസീവായിട്ട് പോകും, ആ പുരുഷത ഡയറിയ ഉണ്ടാകാം. ഡ്യൂ ടു വാദ അബുഭുക്ഷ ദൗർബല്യം സൗഹൃദ്യസ് ച അസഹത്വമിതി, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വീക്ക്നെസ് ആൻഡ് ഇൻടോളറൻസ് ഓഫ് ഹെവി ഫുഡ്. ഇങ്ങനെയുള്ള സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഓർ ദ പേഷ്യൻ്റ് ഈസ് ഗോയിങ് ടു ഹാവിങ് എ ഡിസീസ് ഓഫ് ഗുൽമ. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി ഗുൽമ. സോ in your syllabus there are only 4 points you have to study. The first one Samanya Nidana as well as the definition of Gulma. You have to study slogas, and rest of the 2 slogas like Rekta Gulma as well as in the Pura Rupa of Gulma you don't want to study the sloga, but you have to know the meaning. But നിങ്ങൾക്ക് നിദാനത്തിൽ ഇത് ഓൾറെഡി പഠിക്കേണ്ടതാണ്. നിദാനത്തിൽ നിങ്ങൾക്ക് രക്തഗുൽമം ചോദിക്കുന്നതാണ്, പക്ഷേ ചരകത്തിൽ നിങ്ങൾക്ക് രക്തഗുൽമം ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാം ഗുൽമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 പോയിന്റ് ഇതിൽ പഠിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എക്സാം ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാൾ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഇതിൽ ചെയ്യും. സോ ഈ ചാപ്റ്റർ 4 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ് വൺ പ്രോപ്പർലി. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് വി ക്യാൻ ഡിസ്കസ്. താങ്ക് യു.